SSLC പരീക്ഷാഫലം പുറത്തുവന്നതിന് പിന്നാലെ ആശങ്കയിലാണ് മലപ്പുറം ജില്ല. A+ നേടുന്നവരുടെ എണ്ണത്തിൽ ജില്ല തുടർച്ചയായി ഒന്നാമതെത്തിയിട്ടും +1 മതിയായ സീറ്റുകളില്ലാത്തതാണ് ആശങ്ക കൂടാൻ കാരണം. സർക്കാർ അവഗണനയ്ക്കെതിരെ SKSSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 79,901 വിദ്യാർത്ഥികളിൽ 79,730 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി. ഇതിൽ 11,974 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയാണ് അത്യുജ്വല വിജയം നേടിയത്. എന്നാൽ മലപ്പുറം ജില്ലയിൽ ഇവർക്ക് പോലും ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തുടർ പഠനത്തിന് ലഭിക്കുമോ എന്നതിൽ ആശങ്കയാണ്. പഠിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടാവും. അത്രയും കുട്ടികൾക്ക് ഇവിടെ സീറ്റ് കിട്ടൂല എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു വിഷമമുള്ളതാണ്. ഇപ്പോൾ 47 കുട്ടികൾക്കും ഞങ്ങളുടെ ക്ലാസ് ഫുൾ A+ ആണ്. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ ആകെ ഒരു ബാച്ചുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഫുൾ A+ ഉണ്ടായിട്ട് കാര്യമില്ല. അതിനും സീറ്റുകൾ നമുക്ക് വേണം. എന്നാലേ ഒരു നല്ലൊരു സക്സസിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വർഷം സർക്കാർ പ്രഖ്യാപിച്ച 10,650 സീറ്റുകൾ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത് 52,600 സീറ്റുകൾ. അഥവാ 27,130 വിദ്യാർത്ഥികൾക്ക് ഇവിടെ സീറ്റ് ലഭിക്കില്ലെന്നർത്ഥം. സൗജന്യ പഠനം ലഭിക്കാത്ത അൺഎയ്ഡഡ് മേഖലയിലെ 11,300 സീറ്റുകൾ ഉൾപ്പെടുത്തിയാലും 15,830 വിദ്യാർത്ഥികൾ പഠിക്കു പുറത്ത് തന്നെ. മറ്റു സിലബസുകളിൽ പരീക്ഷ എഴുതിയ 5,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ കൂടി വരുന്നതോടെ കണക്ക് ഇനിയും ഉയരും. അധിക ബാച്ചുകൾക്ക് പകരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കേവലം 50 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്താണ് നമ്മൾ 60 കുട്ടികളും പിന്നീട് അത് 65 കുട്ടികളുമായി മാറി അവിടെ കുട്ടികൾ ഇരിക്കുന്നത്. അവർക്കിത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. താൽക്കാലിക സീറ്റുകൾക്കും ബാച്ചുകൾക്കും പകരം സ്ഥിരം ബാച്ചുകൾ അധികമായി അനുവദിക്കുക എന്നത് മാത്രമാണ് മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.